ഈ ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ളതിന് പ്രസക്തിയാണ്. ഞങ്ങളുടെ അമ്മയിലുള്ള 506 മെമ്പേഴ്സിനെ ഇതിനകത്ത് 99% പേരോട് ഞങ്ങള് ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പം ആരും നിങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് കേൾക്കും, ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ അല്ല സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നില്ല. സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി. സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കാനാണോ നിങ്ങൾ 99% അംഗങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. പത്രങ്ങളിൽ 3 തവണ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പൊ നിങ്ങൾ ആരും കണ്ടിട്ടില്ലായിരുന്നോ ഹേമ കമ്മീഷന് റിപ്പോർട്ട് കൊടുക്കാൻ ചെല്ലാമെന്നുള്ളത്? നമ്മളല്ലല്ലോ ഒന്നാമത് നമ്മള് നിർബന്ധിച്ച് പറഞ്ഞു വിടേണ്ടത്. അവർക്ക് തോന്നിയല്ല. താങ്കൾ പറഞ്ഞത് 99% അംഗങ്ങളെയും വിളിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പത്രങ്ങളിൽ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുക്കാൻ ചെല്ലാമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അത് താരങ്ങളൊന്നും പത്രങ്ങൾ വായിക്കാത്തതുകൊണ്ടാണോ? അല്ലല്ല, ആരോടാ ചോദിച്ചെന്ന് അറിയാവോന്നാ ചോദിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചത്. നമുക്കറിയില്ലല്ലോ ആരോടാ ചോദിച്ചത്. ഏതാ പറഞ്ഞേ? അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് ഹേമ കമ്മിറ്റി. സിമ്പിളാണ്. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം ബോധവാന്മാരായി ആണല്ലോ. അത് സമ്മതിക്കുന്നുണ്ടല്ലോ. ഞങ്ങളും അപ്പോഴാ ബോധവാന്മാരല്ല. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അമ്മ എന്ന സംഘടന പ്രസക്തി എന്താണ്? അല്ല, അമ്മയെ അറിഞ്ഞിട്ടില്ല, ആരും പരാതി പറഞ്ഞിട്ടില്ല. മുതൽ ഈ നാൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അമ്മ. ആ അമ്മ അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ ഇതൊരു വിഷയം അവിടെയല്ല. അമ്മയില് അംഗങ്ങളായവർ പരാതിപ്പെട്ടാലും നമ്മൾ അറിയുന്നു. ഈ തിലകനടക്കുമ്പോൾ പവർ കമ്മിറ്റി പോലീസിൽ പരാതിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സുഹൃത്തെ, ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. തന്ന പരാതികൾ പലതും പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഒറ്റ പരാതി അത് അബദ്ധം പറ്റിയതായിരിക്കും. അതെന്ത് എങ്ങനെ അബദ്ധം? ആർക്കബദ്ധം പറ്റിയതായിരിക്കാമെന്നാണ് പറയുന്നത്. ആർക്കബദ്ധം പറ്റിയതായിരിക്കാമെന്നാണ് സംഘടനയ്ക്ക് അബദ്ധം പറ്റിയതായിരിക്കും. അങ്ങനെയെങ്കിലും ഒരു പരാതി അബദ്ധം പറ്റിയ ആളുകളെ കണ്ടുപിടിക്കണ്ടേ? ഭാരവാഹികളടക്കം ബാക്കിയുള്ളവരുണ്ടല്ലോ. സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും. ഇനി യാതൊരു നിമിഷം ഈ അന്യ പരാതിക്ക് സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ സഹപ്രവർത്തകരാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്ന ആളുകൾ. അമ്മയിലുള്ളവർ മാത്രമാണ് നിങ്ങളുടെ സഹപ്രവർത്തകർ എന്ന് പറയുന്നത്. അല്ലെന്നേ, ഇത് ഞങ്ങൾക്ക് ഇത് ആരാ പരാതി കൊടുത്തത് ഞങ്ങൾക്ക് അറിയില്ല. തീർച്ചയായും അമ്മയിലുള്ളവർ മാത്രമാണ് നിങ്ങൾ. അന്യഭാഷ നടികൾ പോലും